ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തുടക്കം വിസ്മയ മോഹൻലാൽ തുടക്കത്തിൽ കസറി എന്ന് തന്നെ പറയാം. അത് തിയേറ്ററിൽ തീ കോരിട്ട ഒരു അനുഭവം. കാരണം ഞാൻ പല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ വൈകിട്ട് 7:30 ഷോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഓരോരുത്തർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. കാരണം പടത്തിനെ കുറിച്ചൊരു ചെറിയൊരു അവലോകനം നമുക്ക് കിട്ടണമല്ലോ. അന്നേരം നമ്മളിതൊക്കെ കണ്ടിട്ടാണ് പടം കാണാൻ പോയത്. പക്ഷെ പലരും ചിലരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു, എങ്കിലും പലരും പറയണത് പല നെഗറ്റീവ് കമന്റുകളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് സിനിമ കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് ആയിട്ടൊന്നും പറയാൻ തോന്നിയില്ല കേട്ടോ. പറയാൻ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മള് ഇത്രയും നാളുകൾക്കിടയിൽ നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2018 കാര്യങ്ങളൊക്കെ എല്ലാത്തിലും നമ്മൾ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന സിനിമയാണത്. എല്ലാതരം പ്രേക്ഷകരെയും നമ്മൾ അതിനകത്ത് പിടിച്ചിരുത്തും. ഇത് നമ്മൾ ഈ സിനിമ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു അനക്കമില്ലാണ്ടിരുന്ന് കാണും. ഇന്റർവെല്ലിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ, ഞാൻ ചെറിയൊരു ചിപ്സ് കഴിക്കാനുണ്ടായാലും കയ്യിലുണ്ടായിരുന്നു. അത് കഴിക്കാൻ വരെ ടൈം കിട്ടിയില്ല. നമ്മൾ ഇതിനു മുമ്പും ചില സിനിമകൾ കണ്ടപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. ഈ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങിയ സിനിമകളൊക്കെ അങ്ങനെയാണ്. കാരണം ആ ബ്ലാസ്റ്റ്, പിന്നെ ജനനായകൻ, ഇതൊന്നും നമുക്ക് കണ്ട് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതേമാതിരിയുള്ള ഇതായിരുന്നു. പക്ഷെ മലയാളത്തിൽ ഇത്ര ഇതായിട്ട് കണ്ടൊരു സിനിമയാണിത്. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സംവിധാനം ജൂഡ് ആന്റണി ജോസഫ് വളരെ മനോഹരമായിട്ട് കൈവരിച്ചിട്ടുണ്ട്. പുള്ളിയുടെ എല്ലാ കഴിവും ഇതിനകത്ത് എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ എന്തായാലും കാശ് വാരുന്നുള്ളത് ഉറപ്പായി. പിന്നെ ഒരു പാട്ടാണ് നല്ല രീതിയിൽ എനിക്കാണ് ഇഷ്ടപ്പെട്ട പാട്ട്, ചിത്ര ചേച്ചി പാടിയ പാട്ട്. അത് നല്ലൊരു പാട്ടാണ്. നല്ല പാട്ടിലൂടെയാണ് സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ നല്ലൊരു ഇതാണ്. പിന്നെ ക്യാമറയ്ക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. അത് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അഖിൽ ജോർജ്, ജോമോൻ ടി ജോൺ എന്ന് പറയുന്ന 2 പേരാണ് ക്യാമറ ആയിട്ട് ചെയ്തത്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ സംഗീതം നമുക്ക് എടുത്തു പറയാനത്തക്ക ഒരു കാര്യമാണെന്ന് പറയാൻ കാരണമുണ്ടല്ലോ. നമ്മൾ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇത്. അത് ജാക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ കാണിക്കും. നിങ്ങളതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വളരെ നല്ല ഇതാണ്. ഞാൻ ഈ സിനിമ കണ്ടത്, ഞാനൊരു ചെറിയൊരു വീഡിയോ ഷോട്ട് വരെ ഞാൻ ഇട്ടായിരുന്നു. അങ്കമാലിക്കടുത്ത് മറ്റൂരുള്ള തിയേറ്ററിലാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും. അത് നല്ലൊരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ. വിസ്മയ മോഹൻലാൽ അവള് പഠിച്ചിരിക്കുന്നതല്ല, നമ്മൾ സാധാരണ കരാട്ടെ അല്ല,